നമസ്കാരം. പ്രവാസി ചാനൽ e-malayali.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷം ഹ്യൂസ്റ്റണിലെത്തുന്ന ചാണ്ടി ഉമ്മൻ MLAക്ക് സ്വീകരണം നൽകുന്നു. നാച്ചുറലൈസേഷന് സിവിക് ടെസ്റ്റ് വരുന്നു. ഗാന്ധി ജയന്തി ദിനം IOC UK സേവന ദിനമായി ആചരിക്കും. സർവോദയ ലഹരി വിരുദ്ധ ക്യാമ്പയിനിന് അന്ന് തുടക്കം. തെരുവ് ശുചീകരണം, ലഹരിവിരുദ്ധ പ്രതിജ്ഞ, ഗാന്ധി സ്മൃതി സംഗമം തുടങ്ങി വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. ഫോമിയുടെ ചരിത്രത്തിൽ ആദ്യമായി സഖി ഫ്രണ്ട്സ് ഫോർ അവർ ത്രിദിന വനിതാ മെഗാ സംഗമം സെപ്റ്റംബർ 26, 27, 28 തീയതികളിൽ. വോംവെൽ മലയാളി കമ്മ്യൂണിറ്റിയുടെ ഓണാഘോഷം വർണ്ണാഭമായി മിഴിവേകാൻ വാദ്യമേളങ്ങളും കലാവിരുന്നുകളും വടംവലിയും. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഗവൺമെന്റ് പ്രതിനിധിയായി ബ്രസീലിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിനു ശേഷം ഹ്യൂസ്റ്റണിലെത്തുന്ന പുതുപ്പള്ളി MLAയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പുത്രനുമായ ചാണ്ടി ഉമ്മന് ഹ്യൂസ്റ്റണിൽ വമ്പിച്ച സ്വീകരണം നൽകുന്നു. ഉമ്മൻചാണ്ടിയുടെ സുഹൃത്തുക്കളാണ് സ്വീകരണം ഒരുക്കുന്നത്. സെപ്റ്റംബർ 19 വെള്ളിയാഴ്ച വൈകുന്നേരം 7:30 സ്റ്റാഫോർഡിലുള്ള കൂപ്പർ വാൽവ് കമ്പനിയുടെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഹ്യൂസ്റ്റണിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും മതസാമുദായിക നേതാക്കളും പങ്കെടുക്കും. ഉമ്മൻചാണ്ടിയുടെ സതീർത്ഥ്യനും മുൻ കേരള യൂണിവേഴ്സിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ VV ബാബുക്കുട്ടി CPA, എബ്രഹാം ഇബൻ, ജോഷുവ ജോർജ്, ജോസഫ് എബ്രഹാം, സന്തോഷ് ഐബ്, അജി ഹുസൈൻ, വിനോദ് വാസുദേവൻ, ജോജി ജോസഫ് തുടങ്ങിയവരാണ് സ്വീകരണം ഒരുക്കുന്നത്. ന്യൂസ് ഡെസ്ക് e-malayali. US പൗരത്വത്തിലേക്ക് നയിക്കുന്ന നാച്ചുറലൈസേഷൻ പ്രക്രിയയുടെ ഭാഗമായി 2025 മുതൽ US CIS ഒരു സിവിക് ടെസ്റ്റ് നടത്തും. അപേക്ഷകന് US ചരിത്രത്തെയും ഗവൺമെന്റിനെയും കുറിച്ച് എത്രമാത്രം ധാരണയുണ്ടെന്ന് വിലയിരുത്താനാണ് ഈ പരീക്ഷയെന്ന് ഏജൻസി അറിയിപ്പിൽ പറയുന്നു. വക്താവ് മാത്യു ട്രഗ്സാർ പറഞ്ഞത് ഇങ്ങനെ: അമേരിക്കൻ പൗരത്വം ലോകത്ത് ഏറ്റവും പരിപാവനമാണ്. രാജ്യത്തിന്റെ മൂല്യങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമായി മാറ്റിവെച്ചതാണത്. അപേക്ഷകന് ഇംഗ്ലീഷ് വായിക്കാനും സംസാരിക്കാനും എഴുതാനും കഴിവുണ്ടെന്ന് ടെസ്റ്റിൽ തെളിയിക്കണം. US പൗരധർമ്മം ആഴത്തിൽ അറിഞ്ഞിരിക്കണം. മറ്റു പല നയമാറ്റങ്ങളും US CIS പ്രഖ്യാപിച്ചിട്ടുണ്ട്. നല്ല നടപ്പ് ഒരു വ്യവസ്ഥയാണ്. അമേരിക്കൻ സമൂഹത്തിന് എന്ത് സംഭാവന നൽകിയെന്നത് വിലയിരുത്തും. ന്യൂസ് ഡെസ്ക് e-malayali. IOC UK കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനം സേവന ദിനമായി ആചരിക്കും. ശ്രമദാനത്തിന്റെ ഭാഗമായി പ്രവർത്തകർ ബോൾട്ടൺ കൗൺസിലുമായി ചേർന്ന് മാലിന്യം നിറഞ്ഞ തെരുവുകൾ ശുചീകരിക്കും. രാവിലെ 10 മണി മുതൽ ബോൾട്ടൺ പ്ലേ പാർക്ക് ഗ്രൗണ്ടിൽ വെച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ജനപ്രതിനിധികൾ, സാമൂഹിക പ്രവർത്തകർ, വിവിധ യൂണിറ്റ് റീജിയനുകളിൽ നിന്നുള്ള IOC പ്രവർത്തകർ എന്നിവർ പങ്കെടുക്കും. കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ അംഗങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കും. രാജ്യവ്യത്യാസമില്ലാതെ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങൾ ബോധവൽക്കരിച്ചുകൊണ്ട് സർവോദയ ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും ചടങ്ങിൽ വെച്ച് സംഘടിപ്പിക്കും. തദ്ദേശഭരണ സംവിധാനം, മലയാളി അസോസിയേഷൻ ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾ, NGOകൾ തുടങ്ങിയ കൂട്ടായ്മകളുമായി ചേർന്ന് വിവിധ ബോധവൽക്കരണ പരിപാടികളും ലഹരിയുടെ ഉപഭോഗം കുറയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായ ഇടപെടലുകളും ലഹരിവിരുദ്ധ സന്ദേശം ഉൾപ്പെടുത്തിക്കൊണ്ട് മാരത്തോൺ തുടങ്ങിയ കായിക പരിപാടികൾ, മനുഷ്യച്ചങ്ങല തുടങ്ങിയവയും സർവോദയ ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി UKയിൽ ആകമാനം സംഘടിപ്പിക്കും. സേവന ദിനത്തിന്റെ ഭാഗമായി UKയിലെ വിവിധയിടങ്ങളിൽ നിന്നുമുള്ള IOC പ്രവർത്തകർ ബോൾട്ടണിലെ പ്ലേ പാർക്ക് ഗ്രൗണ്ടും പരിസര പ്രദേശങ്ങളും ശുചീകരിക്കും. മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിനു മുന്നിൽ പ്രവർത്തകർ പുഷ്പാർച്ചന അർപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി ഗാന്ധി സ്മൃതി സംഗമവും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിക്കും. സേവന ദിനത്തിന്റെ ഭാഗമാകുന്ന എല്ലാ അംഗങ്ങളെയും സർട്ടിഫിക്കറ്റുകൾ നൽകി ആദരിക്കും. ന്യൂസ് ഡെസ്ക് e-malayali. അമേരിക്കൻ മലയാളികളുടെ അഭിമാന സംഘടനയായ ഫോമയുടെ പ്രവർത്തന ചരിത്രത്തിൽ ആദ്യമായി ഫോമ നാഷണൽ വുമൻസ് ഫോറം അണിയിച്ചൊരുക്കുന്ന ത്രിദിന വനിതാ മെഗാ സംഗമം സഖി ഫ്രണ്ട്സ് ഫോർ അവർ എന്ന പേരിൽ വിമൻസ് സമ്മിറ്റ് സെപ്റ്റംബർ 26, 27, 28 തീയതികളിൽ നടക്കും. വിനോദസഞ്ചാരികളുടെ മനം കവർന്ന പെൻസിൽവാനിയയിലെ പ്രശസ്തവും പ്രകൃതിരമണീയവുമായ പൊക്കനോസിലെ വുഡ്ലാൻഡ്സ് റിസോർട്ടിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുക.
വനിതകളുടെ ഉന്നമനത്തിനും മാനസികോല്ലാസത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് സ്ത്രീകൾക്കായി സ്ത്രീകളൊരുക്കുന്ന അതിമനോഹരവും പ്രയോജനപ്രദവുമായ ഈ വുമൻസ് കൺവെൻഷനിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് കണ്ണഞ്ചിപ്പിക്കുന്നതും അതിമനോഹരങ്ങളുമായ വെറൈറ്റി പ്രോഗ്രാമുകളുടെ ആവേശകരമായ ഒരു നീണ്ട ലൈനപ്പാണ്. അതിനാൽ ഈ അസുലഭ സന്ദർഭം ഒട്ടും പാഴാക്കാതെ ഞങ്ങളോടൊപ്പം രുചികരമായ ഭക്ഷണവും രസകരവും വൈവിധ്യമാർന്ന വിനോദങ്ങളുമായി 3 ദിവസം നീണ്ടു നിൽക്കുന്ന അടിപൊളി ഒരു വാരാന്ത്യം ആസ്വദിക്കുവാൻ വേഗം രജിസ്റ്റർ ചെയ്ത് ഈ ത്രിദിന മഹാസംഗമത്തിൽ പങ്കാളികളാകൂ എന്ന് സംഘാടകർ അറിയിച്ചു. സ്ത്രീകളുടെ ഉന്നമനത്തിനും മാനസിക ഉല്ലാസത്തിനുമായി ഫോമ നാഷണൽ വിമൻസ് ഫോറം സംഘാടകർ ഒരുപാട് പരിപാടികളാണ് ഈ ദിവസങ്ങളിൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നാഷണൽ വിമൻസ് ഫോറം ചെയർപേഴ്സൺ സ്മിത നോബിൾ, ട്രഷറർ ജൂലി ബിനോയ്, ഫോമ ജോയിന്റ് ട്രഷറർ അനുപമ കൃഷ്ണൻ, സെക്രട്ടറി ആശ തോമസ്, ഫോമ നാഷണൽ വിമൻസ് ഫോറം അംഗങ്ങളായ ആശ മാത്യു, ഗ്രേസി ജെയിംസ്, വിഷിൻ ജോ, സ്വപ്ന സജി, മഞ്ജു പിള്ള എന്നിവർ ഈ മെഗാ സംഗമത്തിന്റെ വിജയത്തിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നു. ഈ മെഗാ ഇവന്റിന് പിന്തുണയേകി ഫോമയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും റീജിയണൽ കമ്മിറ്റികളും ഇവരോടൊപ്പം പ്രവർത്തിക്കുന്നു. സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച 3 മണിക്ക് ചെക്ക് ഇൻ ആരംഭിക്കും. അതിനുശേഷം വിമൻസ് ഫോറം സജ്ജീകരിക്കുന്ന അന്തിത്തട്ടുകടയിൽ കേരള സ്റ്റൈൽ ചായയും സ്നാക്സും ലഭിക്കും. വൈകിട്ട് കൃത്യം 6 മണിക്ക് വർണ്ണശബളമായ ഉദ്ഘാടന സമ്മേളനവും ചെറിയ രീതിയിലുള്ള വിനോദ പരിപാടികളും നടക്കും. 7:30 ആരംഭിക്കുന്ന ഡിന്നറിന് ശേഷം 9 മണിക്ക് മാസ്ക്രൈഡ് പാർട്ടി എന്ന ബോളിവുഡ് ഡാൻസും അരങ്ങേറും. സെപ്റ്റംബർ 27 ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന പ്രഭാത ഭക്ഷണത്തോടുകൂടി വൈകിട്ട് 4 മണി വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കമാകും. ഇതിൽ മേക്കപ്പും സ്വയം പരിചരണ നുറുങ്ങുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഫാഷൻ മേക്കപ്പ് രംഗത്തെ പ്രമുഖർ എടുക്കുന്ന ക്ലാസുകൾ, ചർമ്മ സംബന്ധമായ വിഷയങ്ങളും അത് പരിഹരിക്കുന്നതിനുള്ള നുറുങ്ങു പ്രതിവിധികളും മനസ്സിലാക്കി തരുന്ന പ്രയോജനപ്രദമായ ക്ലാസുകൾ, ചീഫ് ഗസ്റ്റുമായി സംവദിക്കുവാനുള്ള അവസരങ്ങൾ, ആത്മവിശ്വാസത്തോടുകൂടി മറ്റുള്ളവരുടെ മുന്നിൽ നടക്കുവാനും അവരെ അഭിമുഖീകരിക്കുവാനും നേരാമണ്ണം സംസാരിക്കുവാനും നിങ്ങളെ വളരെയധികം സഹായിക്കുന്ന ഗ്രൂമിംഗ് സെഷൻ, ബിസിനസ് രംഗത്തെ പ്രമുഖരുടെ ക്ലാസുകളും ഗെയിമുകളും ഉൾപ്പെടുന്നു. വൈകിട്ട് 6 മണിക്ക് ബാങ്ക്വറ്റ് ഡിന്നർ ആരംഭിക്കും. ഒപ്പം 9 മണിയോടുകൂടി നൃത്തച്ചുവടുകളും സംഗീതവും മറ്റ് വിനോദ പരിപാടികളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബോൺഫയർ നൈറ്റ് അരങ്ങേറും. സെപ്റ്റംബർ 28 ഞായറാഴ്ച രാവിലെ 8 മണിക്ക് പ്രഭാത ഭക്ഷണം, 11 മണിക്ക് ചെക്കൗട്ടോടുകൂടി പരിപാടികൾക്ക് തിരശ്ശീല വീഴും. 3 ദിവസത്തെ താമസവും ഭക്ഷണവും എല്ലാ പരിപാടികളും നടക്കുന്ന ഈ സമ്മിറ്റിനുള്ള ഫീസ് $300 മുതൽ $500 വരെയാണ്. സമൂഹത്തിലെ പ്രമുഖ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന സ്ത്രീരത്നങ്ങൾ പങ്കെടുക്കുന്ന ഈ പരിപാടി ഫോമയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരിക്കുമെന്ന് ഫോമ പ്രസിഡന്റ് ശ്രീ ബേബി മണക്കുന്നേൽ, ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ്, ട്രഷറർ സിജിൽ പാലക്കലോടി, വൈസ് പ്രസിഡന്റ് ഷാലു പുന്നൂസ്, ജോയിന്റ് സെക്രട്ടറി പോൾ ജോസ്, ജോയിന്റ് ട്രഷറർ അനുപമ കൃഷ്ണൻ എന്നിവർ അറിയിച്ചു. ഇനിയും രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർ സെപ്റ്റംബർ 15 മുൻപായി രജിസ്ട്രേഷൻ നടത്തി ഈ അസുലഭ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി ഇതിൽ പങ്കെടുത്ത് സഖി ഫ്രണ്ട്സ് ഫോർ എവർ എന്ന ത്രിദിന വനിതാ മെഗാ സംഗമത്തെ ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ ഫോമയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും വിമൻസ് ഫോറവും വിനീതമായി അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. യുകെയിലെ സൗത്ത് യോർഷെയറിലെ വേംവെൽ മലയാളി കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷം വർണ്ണാഭമായി. ബ്രാംപ്ടൺ ബിയർലോ പാരിഷ് ഹാളിൽ നടന്ന ആഘോഷത്തിൽ കേംബ്രിഡ്ജ് മുൻ മേയർ അഡ്വക്കേറ്റ് ബൈജു തിട്ടാല മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൂട്ടായ്മയുടെ സംഘടനാ പാടവവും യുകെയിലെ മലയാളി സമൂഹത്തിന്റെ ഐക്യവും സജീവതയും വിളിച്ചോതുന്നതായി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള ഘോഷയാത്ര, തിരുവാതിരകളി, കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ മത്സരങ്ങൾ, വടംവലി തുടങ്ങിയ പരിപാടികൾ ഓണാഘോഷം വർണ്ണാഭമാക്കി. വിഭവസമൃദ്ധമായ ഓണസദ്യ ആഘോഷത്തിന്റെ മുഖ്യ ആകർഷണമായി. GCSE പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. കൂട്ടായ്മയുടെ പുതുക്കിയ ലോഗോ അഡ്വക്കേറ്റ് ബൈജു തിട്ടാല പ്രകാശനം ചെയ്തു. മലയാളി കൂട്ടായ്മയുടെ ഒത്തൊരുമയും സാംസ്കാരിക പൈതൃകവും പ്രകടമായ ആഘോഷ പരിപാടി ഏവർക്കും മറക്കാനാവാത്ത അനുഭവം പ്രദാനം ചെയ്തു. ആഘോഷ പരിപാടികൾക്ക് വിനീത് മാത്യു, ഷിനി ലൂയിസ്, വീണ ഗോപു, നിതിൻ, സജി KK പയ്യാവൂർ, റിനോഷ് റോയ്, നെൽസൺ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.